നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതിൻ്റെ 157ാമത്തെ എപ്പിസോഡാണ്. ഇതിൻ്റെ പേര് ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പെക്റ്റിംഗ് പേരൻസ് ആൻഡ് എൽഡേഴ്സ്. ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമുള്ള ഒരു വിഷയം തന്നെയാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, കുട്ടികൾ മാതാപിതാക്കളെ എന്തുകൊണ്ടാണ് ബഹുമാനിക്കേണ്ടതെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ മുതിർന്ന ആളുകളെ എന്തുകൊണ്ടാണ് ബഹുമാനിക്കേണ്ടതെന്ന്. ഇപ്പം മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ ഹിന്ദു പുരാണങ്ങൾ പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ബൈബിളിലേക്ക് പോയാലേ ഒന്നാമത്തെ കാര്യം പറയുന്നത് ദൈവം വിനയത്തെ ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലെങ്കിൽ ഭഗവാന്റെ ഇഷ്ടക്കേട് ആ കുട്ടികൾക്കുണ്ടാവും. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടക്കേട് ആ കുട്ടികൾക്കുണ്ടാവും. ഒരു കാര്യങ്ങളിലും അവർക്ക് വിജയിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമെന്ന് ബൈബിളും പറയുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട്, ഒരിക്കലും മുതിർന്നവർ കാണുന്ന പോലെ കാര്യങ്ങൾ നോക്കിക്കാണാൻ കുട്ടികൾക്ക് കഴിയത്തില്ല. കുട്ടികൾക്ക് അതിനാൽ എല്ലാം അറിയാമെന്നുള്ള അഹന്തയുണ്ടെങ്കിലും മാതാപിതാക്കന്മാരുടെ അത്രയും പ്രായോഗിക പരിചയം ഇല്ലെന്ന് മനസ്സിലാക്കണം. മൂന്നാമതായിട്ട്, ദൈവം തന്നെ പല പുരാണങ്ങളിലും പറയുന്നൊരു കാര്യമുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കുന്നതാണ് എനിക്ക് നിങ്ങൾ സ്വയം ത്യാഗം ചെയ്യുന്നതിലും ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളെന്നാണ് പറയുന്നത്. പിന്നെ ബൈബിളിൽ പറയുന്നത്, ക്രിസ്തുദേവൻ പറയുന്നത്, ഞാൻ പിതാവിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഭൂമിയിൽ വന്നവനാണ്. നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല അത് അനുസരിക്കുകയും വേണം. ഒരിക്കലും സാത്താൻ്റെ വഴിയിലേക്ക് തിരിയരുത് എന്നാണ് യേശുദേവൻ പറയുന്നത്. പിന്നെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ഞാനാണ് നീ എവിടെ ജനിക്കണം, ആരായിരിക്കണം, എൻ്റെ മാതാപിതാക്കൾ എന്നൊക്കെ തീരുമാനിക്കുന്നത്, അല്ലാതെ നീ അല്ല. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്നത് നിൻ്റെ ധർമ്മമാണ്. പിന്നീട് ഇനി നിനക്ക് മാതാപിതാക്കളുടെ ദേഷ്യം തോന്നിയാൽ അത് എത്രയും വേഗം മാറ്റേണ്ട സ്വഭാവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എല്ലാ മാതാപിതാക്കളും പൂർണ്ണരല്ല. ചില അപൂർവമായിട്ടുള്ള ചില ആളുകൾ മാത്രമേ ഉള്ളൂ പൂർണ്ണത, ഏതാണ്ട് പൂർണ്ണമായതും പൂർണ്ണമല്ല എന്നാലും പൂർണ്ണമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ പുരാണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഓരോ പൂർണ്ണരായിട്ട് ഏതാണ്ട് പൂർണ്ണതയുള്ള ചില മാതാപിതാക്കളുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ശങ്കരാചാര്യ സ്വാമികളുടെ അച്ഛനും അമ്മയൊക്കെ വളരെ പരിപൂർണതയോട് അടുത്ത ആളുകളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പിന്നെ അതുപോലെ പിന്നെ നമ്മുടെ വിവേകാനന്ദ സ്വാമികളുടെ അമ്മയും അച്ഛനുമൊക്കെ വളരെ നല്ല രീതിയിലാണ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നതെന്നും പറയുന്നുണ്ട്. പിന്നെ യേശുദേവൻ പറയുന്നത്, അങ്ങനെയാണ് അവരെ ഞാൻ സൃഷ്ടിച്ചത്. അതായത് മാതാപിതാക്കളും ആരും പൂർണ്ണരല്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ അനുസരിക്കണം. ബാക്കിയുള്ള സൗഭാഗ്യങ്ങളെ ഞാൻ തരുമെന്നാണ് ഭഗവാന്റെ ഒരു അരുളപ്പാട്. ഈ അപൂർണമായ ലോകത്ത് അപൂർണമായ മാതാപിതാക്കളാണെങ്കിലും നിങ്ങൾ അവരെ അനുസരിക്കണം. എല്ലാവരും പൂർണ്ണരല്ല എന്നാണ് ദൈവികമായിട്ടുള്ള ഒരു അരുളപ്പാടും അത് തന്നെയാണ്. പിന്നീട് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാനുള്ള രണ്ട് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ഒന്നാമത്, മാതാപിതാക്കളോട് കൂടെ താമസിക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പം പഠിച്ചെടുക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെ കൂടെ താമസിച്ചാൽ കുറച്ച് കാലമെല്ലാം കൂടെ താമസിക്കാൻ പറ്റും. വീടുകളിലൊക്കെ നമ്മൾ വിദ്യാഭ്യാസം കഴിയുമ്പോഴത്തേക്കും മാതാപിതാക്കളുടെ അവിടെ നിന്നും ദൂരേക്ക് പോവുകയും ദൂരെ പോയി അല്ലെങ്കിൽ ജോലിക്കും അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ദൂരേക്ക് മാറാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കണം. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാനുള്ള ഒരു വഴിയാണ്. ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ മാതാപിതാക്കൾ കൂടെ താമസിക്കുമ്പം അവരെ കണ്ട് എല്ലാ നല്ല കാര്യങ്ങളും പഠിക്കണം. അതുപോലെ തന്നെ അവരെ ബഹുമാനിക്കണമെന്നാണ് രണ്ടാമത്തെ കാര്യം. ദൈവത്തിന് അനുഗ്രഹം കിട്ടാനുള്ള രണ്ട് മാർഗ്ഗങ്ങളാണ്. ഈ ലോകത്തുള്ള എല്ലാ പരീക്ഷണങ്ങളിലും മാതാപിതാക്കളെ അനുസരിക്കുന്ന കുട്ടികൾ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്നാണ് പറയുന്നത്. ആ അനുഗ്രഹം കുട്ടികളെ എല്ലാ ബന്ധങ്ങളിലും നന്നായി ജീവിക്കാനും ഭൂമിയിലെ ജീവിതം സുഖകരമാക്കാനും സഹായിക്കും. പിന്നെ ഹിന്ദു മിതോളജി അനുസരിച്ച് വേദങ്ങൾ പറയുന്നത് മാതാവും പിതാവും ദൈവങ്ങളാണെന്നാണ്. മാതൃദേവോ പിതൃദേവോ എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ അത് കൂടുതൽ പ്രാധാന്യം മാതാവിന് തന്നെയാണ്. മാതാവാണ് ഏറ്റവും ഈ പറഞ്ഞുകൊണ്ട് മാതാവിനെ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഗുരുവും കൂടെ മാതാവാണ്. പിന്നീട് ഏറ്റവും വലിയ ഉദാഹരണം ശ്രീരാമൻ്റെ രാമായണത്തിൽ പറയുന്നതാണ്. അമ്മ പറയുന്നത് ദൈവവാക്യം പോലെ കേട്ട് അതനുസരിച്ച് ജീവിച്ചൊരു വലിയ മഹാത്മാവാണ് ശ്രീരാമൻ.
പിന്നെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഒന്നും പ്രതീക്ഷിക്കാതാണ് മാതാവും പിതാവും കുട്ടികളെ വളർത്തുന്നത്. വളരെ ശരിയില്ലേ? നമ്മൾ പിന്നെ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്ന ഒന്നും അപ്പോഴൊന്നും കിട്ടുമെന്നും ഒരു പ്രതീക്ഷയില്ലാതെ അവരെ വളർത്തുന്നത്. പിന്നെ അവരെ പഠിപ്പിക്കുന്നതും ജീവിതമാർഗ്ഗങ്ങൾ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നതും എല്ലാം പിന്നെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ്. പിന്നെ 7 തരം അമ്മമാരെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ശരിയായിട്ടുള്ള അമ്മ, പ്രസവിച്ചമ്മ, പിന്നെ രണ്ടാമത് ഗുരുവിൻ്റെ ഭാര്യ, പിന്നെ പൂജാരിയുടെ ഭാര്യ, രാജാവിൻ്റെ ഭാര്യ, അത് പഴയ കാലത്തെ കാര്യമാണ് രാജാവിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത്. പിന്നെ പശു, നേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിയിലൊക്കെ ഇത് പിന്നെ പ്രസവം എടുക്കുകയൊക്കെ ചെയ്യുന്ന ആ നേഴ്സും ഒരു ശരിക്കും അമ്മയാണ്. പിന്നെ ഭൂമി, ഏറ്റവും അവസാനം ഭൂമി. അങ്ങനെയാണ് 7 അമ്മമാരുടെ കാര്യം പറയുന്നത്. പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരു സാഹചര്യത്തിലും കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ അവഗണിക്കരുതെന്നാണ്. ഒരു സാഹചര്യത്തിലും. മാത്രമല്ല മുതിർന്ന ആളുകളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ കുട്ടികൾ ഒരു ശ്രദ്ധയും കാണിക്കാൻ പാടില്ല. ഒരു കുറ്റവും അല്ലെങ്കിൽ ഒരു കുറവും വരുത്താൻ പാടില്ല മുതിർന്ന ആളുകളെ. പിന്നെ പരിശുദ്ധ അല്ലാഹു പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളുടെ സ്വർഗവും, അവരെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ നരകവും മാതാപിതാക്കൾ തന്നെ ആയി മാറുമെന്നാണ് പറയുന്നത്. കാരണം മാതാപിതാക്കളെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നരകത്തിൽ പോകാൻ ഉള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് സ്നേഹമായിട്ട് പോവുകയാണെങ്കിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ട് സ്വർഗത്തിലും, അതല്ല അവർ അനുസരണ ഇല്ലാതൊക്കെ ഇരുന്നാൽ നിങ്ങൾക്ക് നരകത്തിലേക്കും പോകാനുള്ള വഴി രണ്ടും അവർ തന്നെയാണെന്നാണ് പറയുന്നത്. മനഃശാസ്ത്രം പറയുന്നത് എല്ലാ മാതാപിതാക്കളും ചിലപ്പോൾ ബഹുമാനത്തിന് അർഹതയുള്ളവരാവണമെന്നില്ല. അതിപ്പം നമ്മുടെ പുരാണങ്ങൾ പറയുന്ന പോലെയല്ല മനഃശാസ്ത്രം പറയുന്നത് ചില മാതാപിതാക്കൾ അതിനുള്ള അർഹതയില്ലാത്തവരായിരിക്കും. കാരണം മദ്യപാനികളോ ലഹരി ഉപയോഗിക്കുന്നവരോ പിന്നെ ദുഷ്ട സ്വഭാവമുള്ളവരോ ക്രൂരമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ, പേപ്പറിലൊക്കെ ഓരോ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് അത് ഇത് അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള അർഹതയില്ലാത്ത മാതാപിതാക്കളുണ്ടെന്നാണ് പിന്നെ മനഃശാസ്ത്രം പറയുന്നത്. പക്ഷേ എന്നാലും നിയമപരമായിട്ട് മക്കളെല്ലാം അമ്മമാരെയും അച്ഛനെയും അല്ലെങ്കിൽ മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കുകയും അവരെ സംരക്ഷിക്കുകയും ഒരു കരുതലോടുകൂടി പെരുമാറുകയും വേണമെന്നാണ് മനഃശാസ്ത്രവും പറയുന്നത്. ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.